ശുശ്രൂഷ ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ജോസ്, പ്രിയപ്പെട്ടവർ, നാട്ടിൽ നിന്ന് കടന്നു വന്ന മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ ഒരുമിച്ച് നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളായി ചിന്തിച്ചു വരുന്ന ദൈവവചന ഭാഗത്തിന്റെ ചില വിശദാംശങ്ങളിലേക്കുള്ള വേഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ സമയപരിധിക്കുള്ളിൽ നമ്മുടെ ചിന്തകളെ എല്ലാവർക്കും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അടിസ്ഥാനപ്പെടുത്തിയാണത്. ഞാൻ വീണ്ടും മുഖവരിയിലേക്കോ വിശദീകരണത്തിലേക്കോ പോകുന്നില്ല. നമുക്ക് ലഭ്യമാകുന്ന സമയത്തിനുള്ളിൽ ദൈവജനത്തോട് നമുക്ക് നീതി പുലർത്തുന്നതുകൊണ്ട് വേഗത്തിൽ വചനത്തിലേക്ക് ഞാൻ ശ്രദ്ധ സത്യത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മെ കൂടെ വലിയ പ്രവൃത്തികൾ ലോകത്തിൽ ചെയ്യുക എന്നുള്ളതിനേക്കാൾ നമ്മിൽ രൂപാന്തരം വരുത്തുക എന്നുള്ളതാണ് സ്വർഗീയ പിതാവിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ചിട്ട് മറ്റു പലതിലേക്ക് പല കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന ഒരു ലോകത്തിന്റെ ശൈലിയിലാണ് ഇന്ന് നമ്മൾ എത്തപ്പെട്ട് നിൽക്കുന്നത്. നമ്മുടെ ആത്മീയ ലോകത്തിൽ അതാണ് കാണുന്നത്. പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു വ്യക്തി. സത്യത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, പഴയ നിയമത്തിൽ ദൈവം ആജ്ഞ കൊടുത്തപ്പോൾ ദൈവം കൊടുത്ത ന്യായപ്രമാണങ്ങൾക്കും ദൈവിക പ്രവർത്തികൾക്കും എല്ലാം പ്രത്യക്ഷമായി പലതും ചെയ്യുക എന്നുള്ളത്. ആലയം പണിയുക, സമാഗമന കൂടാരം ഉണ്ടാക്കുക, അതിനകത്ത് പെട്ടകം വെക്കുക, മൃഗത്തെ കൊണ്ടുവരിക, യാഗം കഴിക്കുക, നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം പല കാര്യങ്ങളും ചെയ്ത് നിവർത്തിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിൽ. ചെയ്യുക, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ദാറ്റ്, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, 7ാമത്തെ ദിവസം ഇങ്ങനെ വേർതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രമങ്ങൾ നിങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള ചെയ്യുവാനുള്ള ആഹ്വാനമാണ് പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തെ വേർതിരിച്ച് കാണിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ചെയ്യുക എന്നുള്ളതിനേക്കാൾ വേദപുസ്തകത്തിൽ ദൈവപൂർണ്ണൻ നൽകി തന്നിരിക്കുന്ന കാര്യം നമ്മൾ ചിലതായിത്തീരാനാണ്. നമ്മളിൽ ചില മാറ്റങ്ങളുണ്ട്. നമ്മുടെ കൈകൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ ചിലത് ചെയ്യുക എന്നുള്ളതിനേക്കാൾ സമൂലമായ ആളത്വത്തിൽ ചില രൂപാന്തരങ്ങൾ ആ ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് പരാമർശിച്ചിരുന്നു. ക്രിസ്തവന്മാരെ സംബന്ധിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ കർത്താവിനോട് കൂടെ ഉള്ള യാത്ര പൂർത്തീകരിച്ചപ്പോൾ അവര് ചിലത് നേടിയതിൻ്റെതോ അവര് ചിലത് ആയിത്തീർന്നതിന്റെ ഒരു ചിത്രമല്ല സുവിശേഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാക്കണം. കർത്താവ് അവരുടെ മേൽ ഒരിക്കൽ ഊതിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭയെ അഭിഷേകം ചെയ്യാൻ ആളത്വപരമായി മുഴുവൻ ലോകത്തിനും വേണ്ടി ഇറങ്ങി വരുന്നതിന് മുമ്പേ പഴയ നിയമത്തിലെ ഭക്തന്മാരെയൊക്കെ അതാത് സമയങ്ങളിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഉദ്യമിപ്പിച്ചതുപോലെ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്ക് പറഞ്ഞു വിടാൻ അവരെ ആത്മാവിനാൽ കർത്താവ് പ്രത്യേകമായിട്ട് നിയോഗിക്കുന്നുണ്ട്. ഭൂതങ്ങളുടെ മേൽ കർത്താവ് അവർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഓരോ ഇടപെടലുകളിലും കർത്താവ് അവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ, ജനത്തിനും അപ്പോസ്തലന്മാർക്കും മനസ്സിലാകത്തക്ക നിലയിൽ ഉപമകൾ ഉപയോഗിച്ചും ജനം ഉപമകൾ കേട്ട് തൃപ്തിപ്പെട്ടു പോകുമ്പോൾ അപ്പോസ്തലന്മാർ ഇപ്പുറത്ത് വന്നിരുന്ന് കർത്താവിനോട് ചോദിക്കും, നീ പറഞ്ഞ ഉപമയുടെ പൊരുളെന്നാണ്, അതിന്റെ അർത്ഥം. അപ്പൊ കർത്താവ് അവർക്ക് മാറ്റി ഇരുത്തി അതിന്റെ പൊരുൾ ചിന്തിക്കുന്നുണ്ട്, വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇനി കഴിഞ്ഞ പുസ്തകം വായിച്ചു, സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അന്ന് വരെ അവർ അറിഞ്ഞിരുന്നില്ല എന്ന് വായിച്ചു. എനിക്ക് ഭയങ്കര വിരോധാഭാസമായിട്ട് തോന്നി. കല്ലറയ്ക്കിലേക്ക് ഓടി വന്ന പ്രധാന അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്
അതിന്റെ തൊട്ട് ചേർന്ന് ഓടി വന്ന ആളാണ് യോഹന്നാൻ. കല്ലറയ്ക്കകത്ത് കയറി നോക്കിയപ്പോൾ യേശുവിനെ പൊതിഞ്ഞിരുന്ന ശീല എവിടെ ഇരിക്കുന്നു, മുഖം മറച്ചിരുന്ന റൂമാൽ എവിടെ ഇരിക്കുന്നു. ഓക്കെ, കൊള്ളാം, മടങ്ങിപ്പോയി. അതിനപ്പുറം ഒന്നും അവരിൽ സംഭവിക്കുന്നില്ല. അവിടെ ഒരു ഭാഗം പ്രത്യേകം എഴുതിയിരിക്കുന്നു, എനിക്ക് അല്പം വിഷമവും തോന്നി. പ്രൈസലോ, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നോ മരിക്കുമെന്നോ ഉള്ളത് അവരതുവരെ അറിയുന്നില്ല. പക്ഷെങ്കിൽ എപ്പോഴും നല്ല ശുശ്രൂഷകളെങ്കിൽ കർത്താവ് എന്ത് പറയുന്നുണ്ട്? മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ എന്ത് ചെയ്യും? ഏൽപ്പിക്കപ്പെടും. അവനെ എന്ത് ചെയ്യും? തല്ലും, കൊല്ലും, അവൻ മരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ തിരുവഴുത്ത് ആഴത്തിൽ ഗ്രഹിക്കുകയോ കർത്താവിന്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ആഴം ഗ്രഹിക്കാൻ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയം നമുക്കിനകത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരിൽ ആളത്വപരമായ രൂപാന്തരങ്ങൾ വരുത്തുക എന്നുള്ളതാണ് കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സന്ദർഭങ്ങളിൽ എമോസിലേക്ക് പോയി ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ എന്നവരെ കർത്താവ് സംബോധന ചെയ്യുക. സ്തോത്രം. അപ്പോൾ ആത്മീയ മർമ്മങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിയിൽ വലിയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെയും ഈ 3.5 വർഷം കൊണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്തത് അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തുകയായിരുന്നു. കർത്താവ് അവരെ ദൈവരാജ്യത്തിന് വേണ്ടി താൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം തന്റെ ഉത്തരവാദിത്വങ്ങൾ കൈമാറി ഉപയോഗിക്കാൻ കൊള്ളാകുന്ന ഒരു പാത്രമാക്കി അവരെ മാറ്റിയെടുക്കുകയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടത് നമ്മിലൂടെ ചില പ്രവൃത്തികൾ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ നാം ആഴത്തിൽ ചിന്തിക്കേണ്ടത് നമ്മിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് എപ്പോഴും ചിന്തിക്കേണ്ടത്. വചനത്തിൽ ഓരോ കാര്യത്തിലും നമ്മൾ അവരത് ചെയ്യുന്നു, ഇവരത് ചെയ്യുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മളിലുണ്ടാകുന്ന മാറ്റം ആവശ്യമോ തനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാകുന്ന ഒരു പാത്രമായി നമ്മൾ തീരുന്നു എന്നുള്ളതാണ്. അതിന് ചില പടികൾ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തു കാണിച്ചുകൊണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ, മുൻപ് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു ഭാഗം സ്തോത്രം ഇതുവരെ പറഞ്ഞുകൊണ്ട് തീർക്കാൻ പറ്റും. വേഗത്തിൽ ഞാൻ പറഞ്ഞു ഇന്നത് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മള് ഈ ഇമെയിലൊക്കെ അയക്കുമ്പോൾ കൂടുതൽ സാധനം അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ മുന്നമേ ചെയ്തത് പോയില്ലെങ്കിൽ പഴയത് ഇങ്ങനെ ബെൻഡിങ്ങിൽ കിടക്കും. അതിന്റെ കൂടെ നെറ്റ് സ്ലോയോടാണെങ്കിൽ പിന്നെ ഇങ്ങനെ പോകാതെ കിടക്കും, കിട്ടത്തുമില്ല. ആകെപ്പാട് സിസ്റ്റത്തിന് അത് പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മുന്നമേ വന്ന സാധനം ഇറക്കി വിടുക. സ്തോത്രം. അതിങ്ങനെ 2 ആഴ്ചയായിട്ട് ബെൻഡിങ് കിടക്കുക. എന്നാൽ നമ്മുടെ ഈ സമയപരിധിക്കകത്ത് കാര്യങ്ങൾ ചെയ്യണമല്ലോ, വിശദീകരിക്കാൻ പറ്റുന്നില്ല. വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ സംഭവം നിങ്ങൾക്കറിയാം. പത്രോസിന്റെ ജീവിതം നിൽക്കുന്നത് 2 മഹാസംഭവങ്ങളുടെ ഇടയിലാണ്. ഒന്ന് കർത്താവിന്റെ 2 നോട്ടം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് പറയുക. ആദ്യം അന്ത്രയോസ് കർത്താവിന്റെ ഇടയിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പത്രോസിനെ ഒന്ന് എന്ത് ചെയ്തു, നോക്കിയിട്ട് പറഞ്ഞു, നീ ഇപ്പൊ ആരാണ്? ശിമനാണ്, നിന്റെ പേരെന്തായിട്ട് മാറും? പത്രോസായിട്ട് മാറും. ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പുസ്തകങ്ങളിൽ പറഞ്ഞത്, ഒരു ശിമോനെ ഒരു പത്രോസാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ വലിയ ഉദ്ദേശം. വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം ലാസ്റ്റിൽ കർത്താവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് 2ാമതൊരു നോട്ടം നോക്കി. ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത് ചെത്തിക്കളയേണ്ട, ഇടിച്ചു കളയേണ്ട ഭാഗങ്ങളെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ കൂടുതൽ ഇടപെട്ടത്. ഇനിയും നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ കേട്ടിരിക്കുന്നത് വേറൊരു രീതിയില്ല. അതായത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പ്രത്യേകം മാറ്റിക്കൊണ്ടുപോയി കർത്താവ് ചില പ്രത്യേക ശുശ്രൂഷ സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് പൊതുവെ കിട്ടിയിരിക്കുന്ന ധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. കാരണം ഈ പത്രോസിനും യാക്കോബിനും യോഹന്നാനും കൂടുതൽ രൂപാന്തരം ആവശ്യമുള്ളവരായിരുന്നത് കൊണ്ട് കർത്താവ് അവരെ കൂടെ നിർത്തിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ വേദോസത്തിന് ഒരു വാക്ക് വെട്ടിക്കളയേണ്ടി വരും. ദൈവത്തിന് മുഖപക്ഷം ഇല്ലല്ലോ എന്നുള്ള വാക്ക് തിരുത്തേണ്ടി വരും. കാരണം മുഖപക്ഷം ഉണ്ടെങ്കിൽ 12 പേർക്കകത്തുനിന്ന് 3 പേരെ എന്ത് ചെയ്തു? മാറ്റി പ്രത്യേക ശുശ്രൂഷകൾക്ക് കൊണ്ടുപോയെങ്കിൽ അതിനകത്ത് ദൈവത്തിന് കാണിച്ചതാണ് മുഖപക്ഷം കാണിച്ചു. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാനത് വിടുന്നു. ദേവദാസന്മാരെന്നോട് ഓർപ്പിച്ച ഒരു ക്ലാസ് പോലെ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ കിട്ടുന്ന അവസരങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിച്ച കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ദൈവത്തിന് മുഖവശമൊന്നുമില്ല. പ്രത്യേകിച്ച് 3 പേരെ കൂടെ നിർത്തി അവർ കൂടിയ വിശുദ്ധന്മാരാണെന്ന് നമുക്ക് കാണാൻ
കഴിയത്തില്ല. ഈ 12 പേരിൽ സ്തോത്രം അപകടകരമായ നിലവാരത്തിൽ നിന്നവരായിരുന്നു അവർ 3 പേരും എന്ന എന്റെ സുവിശേഷങ്ങളിൽ നിന്നുള്ള വീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരിക്കൽ യാക്കോബും യോഹന്നാനും കൂടെ അമ്മയെ പറഞ്ഞ് കർത്താവിന്റെ അടുക്ക വിട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്റെ നീ രാജാവായിട്ട് വരുമ്പോൾ ഒരുത്തനെ എന്ത് ചെയ്യണം, ഈടത്ത് ഒരുത്തനെ. അപ്പോൾ കർത്താവ് എടുത്തു പറഞ്ഞൊരു വാചകം കൊണ്ട് ജാതികളുടെ അധിപതി അവരിൽ എന്ത് ചെയ്യുന്നു, കർത്തൃത്വം നടത്തുന്നു. അങ്ങനെയാണ് ഈ ചിന്ത പുറപ്പെടുന്നതെന്ന് പറയാനിടയായിട്ടുള്ളൂ. വേറൊരു ഭാഗത്ത് കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരു അപ്പോസ്തലനും പറയാത്ത ഒരു വെളിപ്പാട് പറഞ്ഞു. പത്രോസ് പറഞ്ഞോ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. ഉടനെ അവരിൽ അത് പറയിപ്പിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കി കർത്താവ് എന്ന് പറഞ്ഞു, സാധാരണ എന്നെ വിട്ടുപോകും, നീ ദൈവരാജ്യത്തിന് ദൈവത്തിന് ഇടർച്ചയായിട്ടുള്ളതാ പറയുന്നത് പറഞ്ഞു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കർത്താവ് ഇല്ലാത്ത ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ചില പർട്ടിക്കുലർ ശുശ്രൂഷകൾ കർത്താവ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന സന്ദർഭം, അതുപോലെ തന്നെ ഗെത്സമനയിൽ കർത്താവ് വീടുകളെന്നും മരണവേദനയിൽ വെപ്രാളപ്പെടുന്ന സന്ദർഭം, ഇങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭം, മറുരൂപമലയിൽ ശുശ്രൂഷയുടെ വഴിത്തിരിവ് സംഭവിച്ച സന്ദർഭം, ഈ സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് ഇവരെ മാറ്റിക്കൂടെ നിർത്തിയതോ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു വലിയ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ വചനത്തിൽ പഠിച്ചത്. കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ രൂപാന്തരം വേണ്ടവരായവര്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടേണ്ടവര്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരുക്കപ്പെടേണ്ടതായി വരും. കാരണം നാം പൊടി എന്നവൻ ഓർക്കുന്നു, നമ്മുടെ പ്രകൃതി അവൻ നന്നായിട്ട് അറിയുന്നു. ഇന്ന് രാത്രി എനിക്കറിയാം, എന്റെ കൊച്ചുകാലം മുതൽ ജനിച്ചു വീണ കാലം മുതൽ ഈ രീതിയിലല്ല ഞാൻ കേട്ടിട്ടുള്ളത് പ്രസംഗങ്ങളിൽ. എന്നാൽ വചനം ഇരുന്ന് പഠിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. എന്നെ കൂടുതൽ കർത്താവ് അടുത്ത് നിർത്തുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ മഹാനായിട്ടല്ല, എന്നെ കൂടുതൽ രൂപാന്തരപ്പെടുത്താനാ, എന്നെ കൂടുതൽ പണി ചെയ്യാനാ, എന്നെ ഒരുക്കിയെടുക്കാനാ. പക്ഷെ എനിക്കൊരു കാര്യം കൂടെ അതിന് ബാക്കിയായിട്ട് നിങ്ങളുടെ സന്തോഷത്തിനും എന്റെ ഉറപ്പിനും വേണ്ടി പറയാനുണ്ട്. എന്താണെന്നറിയാമോ, കൂടുതൽ ചേർത്ത് നിർത്തി കൂടുതൽ ചെത്തി ഒരുക്കുന്നെങ്കിൽ കൂടുതൽ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ യാക്കോബും ഈ യോഹന്നാനും ഈ പത്രോസുമാണ് വ്യത്യസ്തമായ അനുഭവങ്ങളുമായി ദൈവസഭയുടെ മുൻപന്തിയിൽ നിൽക്കാൻ പിൽക്കാലത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് അടുത്തിരുന്ന് ദൈവത്താൽ സ്തോത്രം ശുദ്ധീകരിക്കപ്പെടാനുള്ള അവസരങ്ങൾ കൂടുതൽ കർത്താവ് ഒരുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മെ കൂടുതൽ ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് അല്ലെങ്കിൽ ദൈവത്തിനെ മനസ്സിലാകുന്നു, എന്നെ കുറിച്ച് കർത്താവിന് കൂടുതൽ പ്രതീക്ഷയുണ്ട്. അവിടെ കൂടുതൽ ഇടപെടലുകൾ പത്രോസിന്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഇനിയും 2 നോട്ടങ്ങൾ പത്രോസിന്റെ കർത്താവിനോടുള്ള ബന്ധത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും. അത് 2 രൂപാന്തരത്തിന്റെ നോട്ടങ്ങളാണ്. സ്തോത്രം. 2 മീൻപിടുത്തങ്ങൾ. അതിൽ ഒന്നാമത്തെ മീൻപിടുത്തം നമ്മളുടെ പറയാം. രണ്ടാമത്തെ മീൻപിടുത്തം നമുക്ക് യോഹന്നാൻ 21 കാണാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ 2 മീൻപിടുത്തത്തിനകത്തും പരാജയത്തിന്റെ കഥയായിരുന്നു. കർത്താവിന് തന്റെ ജീവിതം കർത്താവിന്റെ അനുഗാമിയായിട്ട് ഈ പത്രോസ് തന്റെ ജീവിതം കൊടുക്കുന്നതിന് മുമ്പും തന്റെ സ്വയത്തിലുള്ള അധ്വാനം എന്തായിരുന്നു? പരാജയം. ഇനി കർത്താവിന് കൊടുത്ത് 3 വർഷം കർത്താവിനോട് കൂടെ നിന്ന് വലിയ ശുശ്രൂഷയൊക്കെ കണ്ട് കേട്ട് അനുഭവിച്ചിട്ട് പിന്നെ ഒരു മീൻപിടുത്തത്തിന് പോയി. അതും എന്തായിരുന്നു? സ്തോത്രം. മനസ്സിലാക്കണം. എന്നാൽ അതിനകത്തുനിന്ന് ഒത്തിരി പാഠങ്ങളിലൂടെ ഒരുക്കങ്ങളിലൂടെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു എന്നാണ് എന്നെ ദൈവാത്മാവ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓരോ ജീവിതാനുഭവങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനാൽ ഒരുക്കപ്പെടണം, കർത്താവിനാൽ രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ സ്തോത്രം എല്ലാം എനിക്ക് തോന്നുന്നു പിശാചിന്റെ ഒരു സ്വന്തം തന്ത്രമാണ്. എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു പ്രശ്നമോ ഒരു സമ്മർദ്ദമോ ഒരു വേദനയോ വരുമ്പോൾ ഉടനെ നമ്മൾ ആരെ ഓർക്കുന്നത്? ആരെ ഓർക്കും? പിശാചിനെ. ഇത് ശത്രുവിന്റെ വലിയ എന്തായാലും ഒന്നും പറയാം. ഇത് ശത്രുവിന്റെ വലിയ പോരാട്ടം. കർത്താവിനല്ലേ ഓർക്കുന്നത്? ആരെ ഓർക്കുന്നത്? അല്ല, എന്നാൽ എന്നെ കർത്താവ് പണിതെടുക്കുന്ന ഒരു സമയമാണെന്ന് എന്താ ഓർക്കാൻ പറ്റും? ഭക്തന്മാരുടെ ജീവിതത്തിലും പൗലോസിന്റെ ജീവിതത്തിലും വേദപുസ്തകത്തിൽ പറയുന്ന സകല ഭക്തന്മാരുടെ ജീവിതത്തിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ തക്കവണ്ണമുള്ള സമ്മർദ്ദങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും അവര് കൂടുതലും ഇത് പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് തന്നെ ആരാ? പിശാചാണ്.
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടുതൽ നമ്മൾ ഓർക്കുന്നതിൽ, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നതിൽ ആർക്കാ സന്തോഷമില്ലാത്തത്? നമ്മളെ കുറിച്ച് ഒരാൾ പറയുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമില്ല. അതുപോലെ സന്തോഷം അഭിഷാദിനെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. വസ്ത്രേ പ്രശ്നമാ അഭിഷാദ. എന്നാൽ ദൈവമാണ്, കർത്താവിന്റെ കൂടെ ഉണ്ട്. അവനെന്റെ ജീവിതത്തിലുണ്ട്. അവനെന്നെ രൂപാന്തരപ്പെടുത്തുക, അവനെന്നെ ഒരുക്കുക, ഒരു പുതിയ ആനന്ദമാക്കി മാറ്റുക. എന്നെ കുറിച്ച് അവന്റെ പദ്ധതിയുണ്ട്. ഞാൻ ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോകത്തില്ല. ഇതിൽ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ദൈവം എന്നെ പണമെടുക്കുക എന്ന് പറയാൻ ഈ ദിവസങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ തീർച്ചയായിട്ടും വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലെങ്കിൽ അപ്പോൾ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനാൽ നമ്മൾ രൂപാന്തരപ്പെടണമെങ്കിൽ സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 7 പടികൾ സ്തോത്രം ഞാനിങ്ങനെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് 5:2 വേഗത്തിൽ പറഞ്ഞു പോകാം. 5:2 സ്തോത്രം. മീൻപിടിക്കാർ ഇറങ്ങി തലേ ദിവസത്തെ അധ്വാനത്തിന് ശേഷം വലയെത്തി കഴുകുകയായിരുന്നു കാണാൻ. അതായത് പ്രതീക്ഷ കൈവിടാത്ത ഒരു പ്രവർത്തന സന്നദ്ധത അവരിൽ നിലനിൽക്കുകയാണ്. സ്തോത്രം. ഇന്നലെ വൈകിട്ടത്തെ അധ്വാനം എന്തായി? പരാജയമായി. അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ ഉടനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അധ്വാനിക്കുന്നില്ല എന്നല്ല, അടുത്ത ദിവസം വീണ്ടും അധ്വാനിക്കാനുള്ള താല്പര്യത്തോടെ വല എന്ത് ചെയ്യുകയാണ്? കഴുകി വെക്കുകയാണ്. നമ്മളാണ് എല്ലാം അതിന്റെ വഴി ഇട്ടെറിഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ സ്തോത്രം ഒന്ന് ഓർത്തേക്ക്, എവിടെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പോൾ അത് അതിന്റെ വഴിയിൽ ഇട്ടിട്ട് പോകുന്നവർക്കല്ല ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. കർത്താവ് ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ കർത്താവിന് കാര്യം മനസ്സിലായി. ഇന്നലെ ഇത് പത്രോസ് പറഞ്ഞിട്ടൊന്നുമല്ല കർത്താവ് പറയുന്നതിന് മുമ്പേ കർത്താവ് എന്തറിഞ്ഞു? ഇവന്റെ ഇന്നലത്തെ അധ്വാനം എന്തായിരുന്നു? പരാജയമായിരുന്നു. അപ്പോൾ കർത്താവ് തീരുമാനിച്ചു, ഇനി ഞാൻ അവന്റെ ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ പോവാം. അങ്ങനെ നോക്കിയപ്പോൾ കർത്താവിന് കാര്യം മനസ്സിലായി. അടുത്ത ദിവസം വീണ്ടും വല വീശാനുള്ള ഒരുക്കത്തിൽ, രാവിലെ പ്രഭാതത്തിൽ, തലരാത്രി അധ്വാനിച്ചതിന്റെ ക്ഷീണമുണ്ടെങ്കിലും പ്രഭാതത്തിൽ ഈ വലയെല്ലാം എന്ത് ചെയ്തു? കഴുകി റെഡിയാക്കി ഉണക്കി എടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അടുത്ത രാത്രിയിലേക്കുള്ള തയ്യാറെടുപ്പ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ഒന്നാമത് നമുക്ക് ഉണ്ടാകേണ്ട കാര്യം പ്രതീക്ഷ കൈവിടാത്ത ഒരു പ്രവർത്തന സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 2:5 ഇങ്ങനെ കാണാം. സ്തോത്രം. എന്താ 5:3 കാണുന്ന പടകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. സ്തോത്രം. സാഹചര്യങ്ങളെ മറന്നുള്ള സഹായ സന്നദ്ധത. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. തന്റെ സാഹചര്യം ഇപ്പോൾ കർത്താവിനെ സഹായിക്കാൻ ഒട്ടും അനുകൂലമല്ല. കാരണം എന്നാന്ന് വെച്ചാൽ രാത്രി മുഴുവൻ ഉറക്കളിച്ച് വല വീശി ക്ഷീണിച്ച് തളർന്ന കരയിലോട്ട് വന്നപ്പോഴാ കർത്താവ് പറയുന്നത് ഈ പടം ഒന്നുകൂടെ എന്ത് ചെയ്യണം? അങ്ങോട്ട് നീക്കണമെന്ന്. അല്ലെങ്കിൽ നമുക്ക് തോന്നും കർത്താവിന്റെ അവസ്ഥ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, കർത്താവിന്റെ അവസ്ഥ അറിയുന്നില്ലയോ എന്ന് ചിന്തിക്കാറില്ല. ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ കർത്താവ് എന്താ എന്നോട് ഇങ്ങനെ പറയുന്നു? പിന്നെയും എന്നെ ബുദ്ധിമുട്ടിലാക്കുകയാണോ എന്ന് ചിന്തിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ അത് ബുദ്ധിമുട്ടിലാക്കുകയല്ല, കർത്താവിന്റെ എൻട്രി അവിടെ. സ്തോത്രം. കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടത് തലരാത്രി ഉറങ്ങാത്തതിന്റെ ക്ഷീണോ എല്ലാം കൂടെ ഓർത്ത് ഈ സമയത്താണല്ലോ ഇദ്ദേഹത്തിന് വരാൻ തോന്നിയത് എന്നോർക്കാതെ, എന്ന് നമ്മുടെ ചിന്തയെ തിരിച്ചുവിടാതെ, നമ്മുടെ പരിമിതിയെ കുറിച്ച് ഓർക്കാതെ, നമ്മുടെ ക്ഷീണത്തെ കുറിച്ച് ഓർക്കാതെ കർത്താവിന് അവസരം കൊടുക്കുകയാണെങ്കിൽ അന്ന് കർത്താവ് നമ്മുടെ പടകിൽ കയറും. പിന്നെ നമ്മുടെ പടം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. അല്ലെങ്കിൽ അപ്പൊ രണ്ടാമത്തെ കാര്യം, സാഹചര്യങ്ങളെ മറന്ന് കർത്താവിന് ലഭ്യമാകുന്ന മനസ്ഥിതി. മൂന്നാമത്തെ കാര്യം, കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പ്രപഞ്ചത്തിന്റെ ഗുരുവായ കർത്താവ് പത്രോസിനോട് എന്ത് ചെയ്യുക? അപേക്ഷിക്കുക. അങ്ങനെ പത്രോസ് എഴുതിയിരിക്കുന്നത് കരയിൽ നിന്ന് നീക്കണമെന്ന് അവനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവിന് അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? കർത്താവിന് അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഈ പത്രോസിന്റെ സൃഷ്ടാവ് കർത്താവ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കർത്താവ്. കർത്താവ് ഈ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ പത്രോസ് അനുസരിച്ചില്ലെങ്കിൽ അവിടെ അതേ നിമിഷത്തിൽ തന്നെ പുതിയൊരു പടം എന്ത് ചെയ്യും? ഉളവായി വരും. അതിനുള്ള ശക്തി ആർക്കുണ്ട്? എന്നാൽ കർത്താവ് അവിടെ ഒരു എളിയവനായി തീർന്നിട്ട് പത്രോസിനോട് എന്ത് ചെയ്യുക? അപേക്ഷിക്കുക. ആ സമയത്ത് പത്രോസിന് വേണമെങ്കിൽ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ പത്രോസിന് വേണമെങ്കിൽ അവരുടെ സ്വയം എന്ത് ചെയ്യാം? ഒന്ന് ഉയർന്നു തരാം, ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇച്ചിരി ടോൺ മാറ്റിയൊക്കെ പറയാം. കാരണം ചോദിക്കുന്ന ആള് അല്ലെങ്കിൽ സ്തോത്രം ഇപ്പൊ തന്നോട് എന്ത് ചെയ്യുക? അപേക്ഷിക്കുക. അപ്പൊ അങ്ങനെ ഒരു അപേക്ഷാഭാവത്തിൽ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് അല്പം നമ്മളെ തന്നെ ഒന്ന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സമയമാകും.
എന്നാൽ അവിടെ പത്രോസ് അത് ചെയ്തില്ല. അവിടെ മറുചോദ്യമില്ലാതെ, മൂന്നാമത്തെ കാര്യം അതാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മറുചോദ്യമില്ലാതെ പത്രോസ് എന്ത് ചെയ്തു? അനുസരിക്കാൻ തയ്യാറായി. മൂന്നാമത്തെ കാര്യം അത് തനിക്ക് വിടുതലിനുള്ള ഒരു വഴിയായിട്ട് മാറി. ഇന്ന് രാത്രി നോക്കണം, നമ്മൾ താഴുകയാണോ നമ്മൾ ഉയരുകയാണോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വരുന്ന പല മേഖല, ഇത് ചിലപ്പോൾ കർത്താവായിട്ടല്ലായിരിക്കാം വരുന്നത്. കർത്താവ് ഒരു സഹോദരനായിട്ടോ ഒരു സഹോദരിയായിട്ടോ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വന്ന് നിന്നിട്ട് ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ, ചില നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് അന്നേരം അത്ര സുഖകരമല്ലാത്ത നിലയിൽ പറയുമ്പോൾ തിരിച്ച് ഏത് നിലയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം. എന്നനുസരിച്ചിരിക്കും നമ്മൾ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നേരെ വരുന്ന അപേക്ഷകൾ ഒരു പക്ഷെങ്കിൽ കർത്താവാണോ എന്ന് ചോദിക്കുന്നത് നമുക്ക് അറിയാൻ വയ്യാത്ത വിധത്തിൽ ചിലരെ ദൈവം നമ്മുടെ അടുക്കലേക്ക് അയക്കുക. അത് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന സന്ദർഭമായിരിക്കുക. ആ സമയത്ത് മറുചോദ്യം ചോദിക്കാതെ ദൈവശബ്ദമാണിത്, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ഒരു പക്ഷേ റോയ് പാസ് ആയിരിക്കാൻ നിൽക്കുന്നത്, ഒരു പക്ഷേ വിസ്ത പാസ് ആയിരിക്കാൻ നിൽക്കുന്നത്, ഒരു പക്ഷേ ടൈറ്റൽ പാസ് ആയിരിക്കാൻ നിൽക്കുന്നത്, ആരുമല്ല ജോസഫ് ആയിരിക്കാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ സ്തോത്ര സഭയിൽ ഒരു കാര്യത്തിലും ഇൻവോൾവ് ആകാതെ മാറിയിരിക്കുന്ന ഒരു സഹോദരനായിരിക്കുക ഒരു നിമിഷം ഒരു ചോദ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് വളരെ അല്ലെങ്കിൽ സ്തോത്രം പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങളാണെങ്കിലും അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ഇടപെടലാണെങ്കിൽ അത് നമ്മുടെ ദൈവപ്രവൃത്തിയുടെ തുടക്കമായി മാറും. ആ ദിവസം നമ്മുടെ അനുഗ്രഹമായി മാറും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ കർത്താവ് വന്ന് ഇത് നീക്കണമെന്നൊക്കെ അപേക്ഷിക്കുമ്പോൾ ഒത്തിരി ഇറിറ്റേഷൻ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മറുചോദ്യമില്ലാതെ അനുസരിച്ചവർ മാത്രമാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞ വേഗത്തിൽ മുമ്പോട്ട് പോയി അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അടുത്ത കാര്യം, കർത്താവ് കരയിൽ നീക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അടുത്ത പത്രോസിന്റെ പ്രതികരണം, ഞങ്ങളിപ്പോ ഈ കടലിലൊക്കെ ഒത്തിരി നാളായിട്ട്, ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞങ്ങ് പോകാം. ഞങ്ങളിവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ കടലിനകത്ത് എന്ത് ചെയ്യുന്നവരാ, അധ്വാനിക്കുന്നവരാ. ചില സന്ദർഭങ്ങളിലൊക്കെ മീൻ കിട്ടും, ചില സന്ദർഭങ്ങളിൽ മീൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു നാച്ചുറൽ പ്രതിഭാസം എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളിൽ വെളിപ്പെടാൻ സാധ്യതയുള്ള ഓരോ പ്രതികരണ സ്വഭാവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രത്തോർത്തിരിക്കെ അത് പറഞ്ഞാലും ദൈവപ്രവർത്തിയുടെ വാതിൽ ആ പണം അവിടെ അടഞ്ഞു പോയതിനെ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ചിന്തകന്മാരായ ദേവദാസൻ പറയുന്നത് പോലെ പാടവമുള്ള, കഴിവുള്ള, സാമർഥ്യമുള്ള, ഗലീലക്കടലിന്റെ ഓരോ കോണും വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുന്ന നല്ല സാമർഥ്യമുള്ള ഒരു മുക്കുവൻ ഒരറിവുമില്ലാത്തൊരാശാരിയോട് പറയുക, തുറന്ന് പറയുന്ന ഒരു മനസ്സറി. ഈ കടലിനെ കുറിച്ച് ഒരറിവുമില്ലാത്തൊരാശാരിയോട് തുറന്നു പറയുക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നമ്മുടെ പാഠവും തെളിയിക്കുമോ, അതോ ഈ ചോദ്യത്തിന് മുമ്പിൽ തുറന്ന മനസ്സോടെ സംസാരിക്കുമോ? കർത്താവ് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ പെട്ടെന്ന് കർത്താവിനോട് പറയാ, നാഥ, മാസ്റ്റർ. ഇതെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഇവിടെ ആരാ മാസ്റ്റർ? ഈ കോണ്ടെക്സ്റ്റിൽ ആരാ മാസ്റ്റർ? ഈ നിൽക്കുന്ന ഈ കടലിന്റെ പശ്ചാത്തലത്തിൽ ഈ വന്ന പ്രസംഗിയാണോ മാസ്റ്ററോ? ഇവിടെ 10-30 വർഷമായിട്ട് ഇരിക്കുന്ന ഞാനാണോ മാസ്റ്റർ? മനസ്സിലാവുന്നുണ്ടോ? പത്രോസിന് വേണേ അങ്ങനെ ചിന്തിക്കാം. ഞാനിവിടെ എത്രയോ വർഷങ്ങളായി, എന്റെ അപ്പന്റെ കാലം മുതൽ ഞങ്ങൾ ഈ പണിയാ ഇവിടെ. ഈ കടലിനെ കുറിച്ച് അറിയാം. നിനക്കെന്തോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. മാസ്റ്റർ ആരാണെന്ന് മനസ്സിലാക്കി അവനോട് തുറന്നു പറയുന്നത് തുറന്നു പറഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ അത്ഭുതത്തിന്റെ ഒന്നാമത്തെ കവാടം അവിടെ തുറക്കും. ഹല്ലേലൂയ. കർത്താവിനെ വിളിക്കുക, മാസ്റ്റർ, നാഥ. ഞങ്ങൾ രാത്രി മുഴുവൻ എന്ത് ചെയ്തു? അധ്വാനിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഒന്നും എന്ത് ചെയ്തില്ല, ലഭിച്ചില്ല. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി കാലം നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയരെ, സമയം മുമ്പോട്ട് വളരെ പോകുന്നല്ലോ. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിന് മുമ്പിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നതോ, എങ്ങനെയാണ് കർത്താവിന്റെ സമീപനത്തെ നമ്മൾ കാണുന്നത്? ഒരുപക്ഷെങ്കിൽ മാനുഷികമായി നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലാകണമെന്നില്ല കർത്താവ് വെളിപ്പെടുന്നത്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ സാഹചര്യം അനുകൂലമാകുന്ന സന്ദർഭത്തിലാകണമെന്നില്ല കർത്താവ് വെളിപ്പെടുന്നത്. ഒരുപക്ഷെങ്കിൽ നിസ്സഹായതയിൽ നമ്മൾ നിൽക്കുമ്പോഴായിരിക്കാം കർത്താവ് തന്റെ
പ്രവൃത്തിയുമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭാരവങ്ങളും നമ്മുടെ കഴിവും നമ്മുടെ സാഹചര്യങ്ങളും വെച്ച് ഒരിക്കലും അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയെ നമ്മൾ അളക്കരുത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാം പ്രതീക്ഷിക്കാത്ത മേഖലയിലൂടെ ആയിരിക്കാം കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. നാം ചിന്തിക്കാത്ത സമയത്തായിരിക്കാം കർത്താവ് അത്ഭുതങ്ങളുമായി നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി ചിന്തിക്കാത്ത സമയത്തായിരിക്കാം, ചിന്തിക്കാത്ത സാഹചര്യത്തിലായിരിക്കാം, ചിന്തിക്കാത്ത വ്യക്തികളിലൂടെ ആയിരിക്കാം കർത്താവ് വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ സാഹചര്യങ്ങളെ പണിചാരാതെ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ, നമ്മുടെ സ്വയത്തിൽ അഭിമാനിക്കാതെ, നമ്മുടെ ആത്മപ്രശംസകൾ വെടിഞ്ഞ് നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മുടെ വിടുതലിന്റെ സമയമായി മാറുമോ ഇല്ലയോ എന്ന് ലോകത്തിൽ ആർക്കും പറയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ഇടങ്ങളിലൊക്കെ മാനുഷികമായി കരുതിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലല്ല, എല്ലാം ഒരുക്കിയിരുന്ന സന്ദർഭത്തിലല്ല. ഇവൻ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പോലും പറയുന്നത്, കന്യകമാർ ഒരുങ്ങി പുറപ്പെട്ടു, അവർ ഒരുങ്ങിയ സമയത്ത് കർത്താവ് വന്നില്ല, പുറപ്പെട്ട സമയത്ത് കർത്താവ് വന്നില്ല, അവർ തയ്യാറെടുപ്പുകളുടെ നടുവിൽ കർത്താവ് വന്നില്ല, അവരുടെ തീരുമാനങ്ങൾക്ക് നടുവിൽ കർത്താവ് വന്നില്ല. എല്ലാം വേണ്ടി ഇനി വരത്തില്ലെന്ന് വിചാരിക്കത്തക്കവണ്ണം സാഹചര്യങ്ങളെല്ലാം മാറി, അന്തരായം വർദ്ധിച്ചു, അർദ്ധരാത്രിയായി, ഇനിയും ഇന്നവൻ വരത്തില്ല എന്ന് വിചാരിച്ച സമയത്ത് ആത്മവിളിയുടെ ശബ്ദം കേട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരുക്കങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ ആകണമെന്നില്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്നും കാണാതിരിക്കുമ്പോൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, ഒരു സാഹചര്യോ വെളിപ്പെട്ടു വരുന്നത് കാണത്തില്ല. എന്നാൽ എങ്ങോട്ടൊക്കെ ഈ സാഹചര്യങ്ങളിൽ ഈ കുഴി കുഴിക്ക്, ഈ കുഴികളിൽ വെള്ളം നിറയ്ക്കാൻ ഞാൻ ശക്തനാണെന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്ന കാണണം. ഹല്ലേലൂയ. ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കഴിവ് വേണ്ട, നമ്മുടെ സാമർത്ഥ്യം വേണ്ട, നമ്മുടെ സാഹചര്യങ്ങൾ വേണ്ട, നമ്മുടെ ചുറ്റുപാടുകൾ വേണ്ട, അനുകൂലമായ പരിസ്ഥിതി വേണ്ട. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏത് സമയത്ത് നമ്മുടെ കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, നമ്മുടെ സഭയിൽ വെളിപ്പെടട്ടെ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ഞാൻ കാണും, ചില ദൈവിക ഇടപെടലുകൾ ഞാൻ അനുഭവിക്കും. ദൈവത്തിന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഒരു